ഹലോ, വെൽക്കം ടു ഇന്റഗ്രൽ ക്ലാസ്സസ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും പഠിക്കാം. ഇന്നത്തെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരായിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാനായിട്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇതിനകത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ചാർജിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യം നോക്കുന്നത്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യുക, അതായത് 1 കൂളോം ചാർജ് കൺസിഡർ ചെയ്യുക. ഈ ചാർജ് അങ്ങ് ഇൻഫിനിറ്റിയിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻഫിനിറ്റിയിലുള്ള ഈ ചാർജിനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നമ്മൾ കുറച്ച് വർക്ക് കൊടുക്കേണ്ടി വരും. ആ വർക്കാണ് നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ദ വർക്ക് ഡൺ ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. നമ്മൾ കൊടുക്കുന്നതാണ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ ഗിവൺ പോയിന്റ്. അങ്ങ് ഇൻഫിനിറ്റിയിലുള്ള ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഇക്വേഷൻ ആണ്, ശരിക്കും കണ്ടു പഠിക്കണം. വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു പി ഇ ഡോട്ട് ഡി ആർ. അതായത് ഇൻഫിനിറ്റിന്ന് പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് കണ്ടു പഠിച്ചോളാം കേട്ടോ. വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു പി ഇ ഡോട്ട് ഡി ആർ എന്ന്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ല, പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ വോൾട്ട് ആയിരിക്കുമല്ലോ. ഇനി അടുത്തതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ മനസ്സിലായി. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഒന്നുമില്ല. അതിന് പകരം നമ്മളൊരു ബോഡീനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പിന്നെ ഒരു യൂണിറ്റ് എന്നൊന്നും പറയണമെന്നില്ല. ഓക്കെ, ഒരു ചാർജ്, ഒരു ബോഡിയിൽ ഒരു ചാർജിനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് അത് എത്രയാണെന്നൊന്നും പറയുന്നില്ല. It is a work done by an external force to bring a charge from infinity to a given point. അവിടുത്തെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി അല്ല, മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു പി എഫ് ഡോട്ട് ഡി ആർ ആയിരിക്കും. നേരത്തെ പോലെ തന്നെ, പക്ഷെ ചെറിയ വ്യത്യാസമുള്ള. നേരത്തെ ഇ ഡോട്ട് ഡി ആർ ആയിരുന്നു, ഇപ്പം എന്താണ് എഫ് ഡോട്ട് ഡി ആർ ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. മെയിനായിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിക്കുക. പൊട്ടൻഷ്യൽ എനർജി അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ടത്. അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത്, ഇവർ തമ്മിൽ ഒരു റിലേഷനൊക്കെ ഉണ്ട്. അത് നമുക്ക് മെയിനായിട്ട് പഠിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയുള്ളതെന്ന് വെച്ചാൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ. വി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഇക്വേഷനെ വെച്ചാണ് വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു പി ഇ ഡോട്ട് ഡി ആർ. നമ്മൾ ഓൾറെഡി പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ, പുതിയതായിട്ടൊന്നും ഇല്ല അതിനകത്ത്. ഓക്കെ, അതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു പി ഇ ഡോട്ട് ഡി ആർ. അത്രേ ഉള്ളൂ. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതങ്ങ് എഴുതി വെച്ചേക്കാം. ഓക്കെ, അടുത്തത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ്. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിച്ചു. ഇൻഫിനിറ്റിയിലുള്ള ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇനി അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വർക്ക്. ഇറ്റ് ഇസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അത്രേ ഉള്ളൂ. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഇറ്റ് ഇസ് എ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. പുറത്തൊരു ഫീൽഡിനകത്ത് അത്രയ്ക്കുള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, ഇൻ എ ഫീൽഡ്. അത്രേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ അതിനൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഒന്ന് കാണാണ്ട് പഠിച്ചോളാം. ഫൈനൽ ഇക്വേഷൻ ഈ വി എന്നുള്ള അതിന് ഡെറിവേഷൻ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നോക്കാം. ആ ഫൈനൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് അല്ല, ക്വസ്റ്റ്യന് ചെറിയ തെറ്റുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു 1/4πε0 Q/r ആയിരിക്കും. നമ്മൾ ഫോഴ്സ് പഠിച്ചപ്പോൾ അത് 1/4πε0 Q/r, Q1 Q2/r² ആയിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ അത് 1/4πε0 Q/r² ആയിരുന്നു. പൊട്ടൻഷ്യൽ ആയപ്പോൾ അത് 1/4πε0 Q/r ആണ്. അത് മാത്രം മനസ്സിലാക്കി വെക്കട്ടെ. 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണത്തിൽ പൊട്ടൻഷ്യൽ 1/4πε0 Q/r ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു ഇക്വേഷൻ ഇതേപോലെ തന്നെ കാണാൻ പഠിക്കാനുള്ളതാണ്.
ഒരു ഡൈപോള് നമ്മൾ കൊണ്ടുപോയി ഒരു ഇലക്ട്രിക് ഡൈപോള് നമ്മൾ കൊണ്ടുപോയി ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? ഓക്കെ, ഒരു ഡൈപോളിന് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ഒരു ഡൈപോള് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇക്വേഷൻ ഇപ്പോൾ കണ്ടുപിടിക്കുക. 1/4πε0 p cos θ/r². ഈ ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1/4πε0 p cos θ/r². ഡൈപോൾ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആണ് ഡൈപോള്. അത് ഒരേപോലത്തെ രണ്ട് ചാർജ് വരണം. +10 ആണെങ്കിൽ -10. അതാണ് നമ്മുടെ ഡൈപോള്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര? അതാണ് 1/4πε0 p cos θ/r². ഇനി അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് എന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എന്താ ഈ പൊട്ടൻഷ്യൽ? അത് ബേസിക്കലി ഒരു വർക്കാണല്ലോ. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ അത് ബേസിക്കലി ഒരു ഫോഴ്സ് ആണെന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? അതൊരു വർക്കാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് 3-4 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. Q1, Q2, Q3, Q4 3-4 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവർ 4 പേര് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇൻഫിനിറ്റി എന്നൊരു ചാർജിനെ കൊണ്ടുവരുവാണെങ്കിൽ ഇവർ 4 പേര് കാരണവും ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. ആണല്ലോ, ഇവർ 4 പേരുടെ എഫക്റ്റ് എൻ്റെ വർക്കിനകത്ത് ഉണ്ടാവും. അപ്പോൾ ആ 4 പേരുടെ ടോട്ടൽ എഫക്റ്റ് എത്ര എന്നുള്ളതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അത്രേ ഉള്ളൂ. ഇവർ 4 പേര് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇൻഫിനിറ്റി എന്നൊരു ചാർജിനെ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കിൽ ഒരു 4 പേരുടെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അതാണ് കൊണ്ട് ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. പിന്നെ ഇക്വേഷൻ വന്നിട്ട് പിന്നെ ഈ വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്കറിയില്ല, വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി, അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഒന്നും ഇതിനകത്ത് വരത്തില്ല. ചുമ്മാ ഒരാൾ ചെയ്യുന്ന വർക്ക് പ്ലസ് മറ്റേ ആൾ ചെയ്യുന്ന വർക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. അത്രേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ വി എന്ന് നമ്മൾ ടോട്ടൽ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ പ്ലസ് സെക്കൻഡ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ പ്ലസ് തേർഡ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ പ്ലസ് ഫോർത്ത് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ, അങ്ങനെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ ചുമ്മാ കൂട്ടിയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ വി ഇസ് ഈക്വൽ ടു V1 + V2 + V3 + V4 ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ വന്നേ? വർക്ക് ഒരു സ്കെയിലർ ആയതുകൊണ്ട്. വർക്ക് കൂട്ടുമ്പോൾ ചുമ്മാ അങ്ങ് കൂട്ടിയാൽ മതി, അല്ലാണ്ട് ഭയങ്കര കാൽക്കുലേഷൻ അവിടെ ആവശ്യമില്ല. വർക്ക് ഒരു സ്കെയിലർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് വി ഇസ് ഈക്വൽ ടു V1 + V2 + V3 + V4 ആയിരിക്കും. ഇനി 4 പേരെ ഉള്ളെങ്കിൽ അങ്ങനെ, ഇനി n ഉണ്ടെങ്കിൽ V1 + V2 + V3 up to Vn അങ്ങനെ വരും. ഇനി എന്താ V1? എന്താ? 1/4πε0 Q1/R1. Q1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ചാർജ്, R1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാർജിൽ നിന്നുള്ള ദൂരം, Q1/R1. V2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4πε0 Q2/R2. അങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോകും. വേണമെങ്കിൽ 1/4πε0 പുറത്തെടുക്കാം. അപ്പോൾ 1/4πε0 Q1/R1 + Q2/R2 + Q3/R3 up to Qn/Rn. ഇത്ര ഉള്ളൂ. ഇനി ഈ ചാപ്റ്ററിൽ പിന്നെ ഉള്ളത് വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ പിന്നെ പഠിക്കാനുള്ളത് ഒരു ഇക്വേഷൻ പഠിക്കണം. നമുക്ക് ഒരു ഡൈപോള് കൊണ്ടുപോയി നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഓക്കെ, ഒരു ഡൈപോള് കൊണ്ടുപോയി ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി. ഇത് സംഭവമൊന്നുമില്ല, കണ്ടുപിടിക്കുക. U is equal to -P.E. കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ടോർക്ക് പഠിക്കാനുണ്ടായിരുന്നു. P ക്രോസ് E എന്ന് പറയും, അല്ലെങ്കിൽ PE sin θ. ഈ ചാപ്റ്ററിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി പഠിക്കാനുള്ള -P.E അല്ലെങ്കിൽ PE cos θ, -PE cos θ. ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അതിൻ്റെ പ്രത്യേകതകളും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ചാൽ പേരിൽ തന്നെ ഉണ്ട്. ഒരു സർഫസ് അതിൻ്റെ കംപ്ലീറ്റ് ഒരു സർഫസ് ആണ്. ഓക്കെ, അതിനകത്തുള്ള ഓരോ പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അതിനുള്ള എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ബേസിക്കലി വർക്കല്ല, ഇൻഫിനിറ്റിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള വർക്ക്. ആ പൊട്ടൻഷ്യൽ എല്ലാ പോയിന്റിനെയും സെയിം ആയിരിക്കും. അപ്പം അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൻ്റെയും ഇപ്പുറത്തെ ഒരു പോയിന്റിൻ്റെയും പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. ഒരു ഐഡിയ കിട്ടണം. രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് ആ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമെന്ന് പറയുന്നത്. ക്ലിയർ? അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രത്യേകത. അപ്പൊ എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് എ സർഫസ് ഇൻ വിച്ച് ഓൾ പോയിന്റ്സ് ഹാവ് ദി സെയിം പൊട്ടൻഷ്യൽ. എല്ലാ പോയിന്റ്സിനും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും.
ഇനി എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ബാക്കി പ്രത്യേകത? രണ്ട് പ്രോപ്പർട്ടീസ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഇത് പറയാം. രണ്ടാമത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ വർക്ക് ഈസ് നീഡഡ് ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ രണ്ടാമത്തെ പ്രത്യേകത. ഇനി ഒരു ചോദ്യമുണ്ട്. എൻ്റെ അടുത്ത് ഒരു ടെസ്റ്റ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ വെച്ചേക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു എ പോയിന്റിൽ നിന്ന് ബി പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ എന്തോരം വർക്ക് ചെയ്യണം? 0 വർക്ക് ആയിരിക്കും. കാരണം വർക്ക് ചെയ്യാൻ എനിക്ക് പറഞ്ഞില്ലേ ഉള്ളൂ. അതാണ് ചോദ്യം. 14-15 ചോദ്യം അത് തന്നെയാണ്. ഒരു 2 കൂളോം ചാർജ് മൂവ് ചെയ്യാനാണെങ്കിലോ അപ്പോഴും വർക്ക് ചെയ്യേണ്ട. കാരണം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ല, അവിടെ പൊട്ടൻഷ്യൽ സെയിം. അവിടെ ആരും വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആണെന്ന് മനസ്സിലാക്കാനുള്ള ഇത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പാണ്. ഒരു പോയിന്റ് ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്സ് ആയിരിക്കും, കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിരിക്കും. കോൺസെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സെന്ററുള്ള, അത്രേ ഉള്ളൂ. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ആയിരിക്കും പോയിന്റ് ചാർജ് ആണെങ്കിൽ. കാരണം അതിൽ നിന്ന് ഒരേ ദൂരത്തിലുള്ള എല്ലാ പോയിന്റിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ഫിയർ കിട്ടും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പൊട്ടൻഷ്യൽ ഉള്ളവരല്ല. ഒരേ പൊട്ടൻഷ്യൽ എവിടെ കിട്ടുക? ഒരു പോയിന്റിൽ നിന്ന് ഒരേ ദൂരത്തിലുള്ള കിട്ടുക, ഒരേ പൊട്ടൻഷ്യൽ. കാരണം ഡിസ്റ്റൻസ് സെയിം ആയാലേ പറ്റത്തുള്ളൂ, ഒരു ചാർജല്ലേ ഉള്ളൂ. അപ്പോൾ ഒരേ ദൂരത്തിലുള്ള പോയിന്റ്സ് എല്ലാം കൂടെ മാർക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടും? ഒരു സ്ഫിയർ ആയിട്ട്. അങ്ങനെയാണ് ഇതൊരു കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയത്. സ്ഫിയർ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വട്ടം വരച്ച് വെച്ചേക്കുന്നത്. സ്ഫിയർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ഈ പ്ലെയിൻ ഷീറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അതും കണ്ടന്റ് തന്നെ പഠിക്കണം. ഓക്കെ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒരു പ്ലെയിൻ ഷീറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കാം. സംഭവം എന്ന് പറയാം. ഇനി അടുത്തത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് അത്ര വലിയ സംഭവം എന്നല്ല. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതിനകത്ത് തന്നെ ഉള്ളൂ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സിനകത്ത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് ആണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളൊരു കാറിൻ്റെ അകത്തോടെ ഇരിക്കുമെന്നായിരിക്കും. ഒരു കാറിനകത്ത് ഇരിക്കണം, പെട്ടെന്ന് മിന്നലടിച്ചു. മിന്നലടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഷോക്ക് അടിക്കുന്നില്ല കാറിനകത്ത് ഇരിക്കുമ്പോൾ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടിക്കുമ്പോൾ കിട്ടുന്ന ചാർജ് ഇല്ലേ, അത് ആ ഒരു ഷെല്ലിൻ്റെ ടോട്ടൽ സർഫസിൽ മാത്രമേ നിൽക്കുള്ളൂ, അതിൻ്റെ അകത്തേക്ക് കയറില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് വിളിക്കുക. അത്രേ ഉള്ളൂ സംഭവം. ഇത്ര പറയാനുള്ളത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെല്ലുണ്ടെങ്കിൽ ആ ഷെല്ലിൻ്റെ സർഫസിലാണ് ചാർജ് റിസൈഡ് ചെയ്യുള്ളൂ, അതിൻ്റെ അകത്തേക്ക് ഇത് കയറില്ല. അതുകൊണ്ട് അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് കാറിലിരിക്കുമ്പോൾ നമുക്ക് മിന്നലടിച്ചാൽ ഒന്നും സംഭവിക്കാത്തത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്? ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടർ ഈസ് 0. അതാണ് കേട്ടോ. ഒരു ക്യാവിറ്റി ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു കണ്ടക്ടറിനകത്ത് ഒരു ക്യാവിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചാർജ് 0 ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. എന്താ കാരണം? ബിക്കോസ് ഓൾ ദ ചാർജസ് റിസൈഡ് ഓൺ ദി ഔട്ടർ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ആ കണ്ടക്ടറിന് പുറത്തായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? കംപ്ലീറ്റ് ചാർജ് ഉണ്ടാവുക. ഇതാണ് സംഭവം. പിന്നെ എന്തുകൊണ്ടാണ് കാറിൻ്റെ അകത്ത് ഇരിക്കാൻ ബെറ്റർ ലൈറ്റിങ്ങിന്റെ സമയത്ത്? ഇത് തന്നെ കാരണം, ബിക്കോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. Because when a lightning strikes, all the charges will be residing only on the surface. Surface മാത്രമേ ഉണ്ടാവുള്ളൂ. It does not enter into the cavity of the conductor. അതിൻ്റെ അകത്തേക്ക് കയറത്തില്ല, അകത്തുള്ള ക്യാവിറ്റിയിലേക്ക് കയറില്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് സുഖമായിട്ടിരിക്കാം. ഇങ്ങനെ സംഭവം. ഇനി അടുത്തത് എന്താണ് കപ്പാസിറ്റൻസ് എന്നുള്ളതാണ്. കപ്പാസിറ്റൻസിന് ഇവിടുത്തെ ഡെഫിനിഷൻ ജസ്റ്റ് ഒരു ബേസിക് ഡെഫിനിഷനാണ്. മനസ്സിലാക്കി വെച്ചേക്കുക. ഇത്ര പെർഫെക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. കപ്പാസിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിന് ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവാണ്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. അതാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ആര്? കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇവിടെ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇവിടെ കൊടുത്തേക്കുന്നത് എത്രയേ ഉള്ളൂ, അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു Q/V ആണ്. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചോളണം. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C ഈസ് ഈക്വൽ ടു Q/V എന്നാണ്. Q എന്താ? ചാർജ്. V എന്താ? പൊട്ടൻഷ്യൽ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, കപ്പാസിറ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ്
ചാർജ് ടു പൊട്ടൻഷ്യൽ. നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇക്വേഷൻ കാണാൻ പഠിച്ചോളണം. കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണെങ്കിൽ ക്യൂ ചാർജ് വി പൊട്ടൻഷ്യൽ, സോ കപ്പാസിറ്റൻസ് ഇസ് ദ റേഷ്യോ ഓഫ് ചാർജ് ടു പൊട്ടൻഷ്യൽ. ഇനി പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കുക. കപ്പാസിറ്റൻസ് ഇസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവാണെന്ത്? കപ്പാസിറ്റൻസ്. നമ്മുടെ വീട്ടിൽ ഫാനിലൊക്കെ ഉള്ള സാധനം കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി കപ്പാസിറ്ററിന്റെ ടൈപ്പാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അത് രണ്ട് പ്ലേറ്റിന് എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജും വേറൊരു പ്ലേറ്റിനകത്ത് നെഗറ്റീവ് ചാർജ് വരികയും. അങ്ങനെ വെക്കുമ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അകത്ത് അവർക്ക് എനർജി സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത. ഇത്രേ ഉള്ളൂ. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. ആ ഇലക്ട്രിക് ഫീൽഡിൽ അവർക്ക് എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ചോദ്യം, നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, 22ാമത്തെ ചോദ്യം അതാണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എന്തായിരിക്കും? സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി ആയിരിക്കും. ഓക്കെ, സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. മനസ്സിലാക്കി വെച്ചോണ്ട് ഈ എപ്സിലോൺ 0 കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഫോഴ്സിന്റെ ഇക്വേഷനിലുണ്ട്. 1/4 പൈ എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഫോഴ്സിന് മാത്രമല്ല ഇലക്ട്രിക് ഫീൽഡിലും അതേപോലെ തന്നെ പൊട്ടൻഷ്യലിലും ഒക്കെ ഉണ്ട്. ആ എപ്സിലോൺ 0 തന്നെയാണ്. ഈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ചേക്കുന്ന പ്ലേറ്റില്ലേ, രണ്ട് പാരലൽ പ്ലേറ്റ്, ആ പ്ലേറ്റിന്റെ ഏരിയയും ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ദൂരമാണ്. ഇത്രേ ഉള്ളൂ. കപ്പാസിറ്ററിന്റെ ഒരു ടൈപ്പാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അവരുടെ ഇടയിലുള്ള അവരുടെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണം അവർക്കൊരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എപ്സിലോൺ 0 എ ബൈ ഡി എന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു പ്രോബ്ലം പോലത്തെ ചോദ്യം. നമ്മുടെ കപ്പാസിറ്ററിന്റെ ഇടയിലുള്ള ദൂരം കുറച്ച് കഴിഞ്ഞാൽ, ഹാഫ് ആക്കിയാൽ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കുന്നു? ആ ദൂരം കുറയ്ക്കുമല്ലേ. അപ്പം ദൂരം കുറയ്ക്കുമ്പോൾ ഡിസ്റ്റൻസ് എന്തായി? ഹാഫ് ആയി, d/2 ആവും. അപ്പൊ എന്ത് സംഭവിക്കും? d/2, ഈ 2 മേളിൽ പോയിട്ട് നേരത്തെ ഡബിൾ ആയിട്ട് മാറും. 2 മേളിലേക്ക് പോയില്ല, അപ്പൊ ഡബിൾ ആയി. നമ്മുടെ ആദ്യത്തെ കപ്പാസിറ്റൻസിന്റെ ഡബിൾ ആയിട്ട് മാറും. ഇത്രേ ഉള്ളൂ. ദൂരം കുറച്ച് കപ്പാസിറ്റൻസ് കൂടും നമുക്കറിയാലോ, കാരണം ദൂരം താഴെയല്ല. സോ ദൂരം കുറച്ച് എന്തായാലും കപ്പാസിറ്റൻസ് കൂടുള്ളൂ. ഇനി അടുത്തത് ഒരു ഡൈഇലക്ട്രിക് എന്താണെന്നാണ് കേട്ടോ. ഡൈഇലക്ട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇതിന് ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഒരു ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കപ്പാസിറ്ററിന്റെ ഇടയിൽ ചില മെറ്റീരിയൽസ് നമുക്ക് വെക്കാം. ഓക്കെ, ചില മെറ്റീരിയൽസ് വെക്കാം. ആ മെറ്റീരിയൽസ് വെച്ച് കഴിയുമ്പോൾ ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കൂടും. ഓക്കെ, കപ്പാസിറ്ററിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കൂടും. അങ്ങനെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഡൈഇലക്ട്രിക്സ്. പിന്നെ എല്ലാം കൊണ്ടൊന്നും വെക്കുമെന്നില്ല, പക്ഷേ ഡൈഇലക്ട്രിക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് കൂടുകയൊക്കെ ചെയ്യും. അപ്പം അതാണ് ഡൈഇലക്ട്രിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ കൂടുക? ഇപ്പം എൻ്റെ അടുത്തൊരു കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്, ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഒരു 10 ഫാരഡ് ആണെന്ന് വിചാരിക്കാം. ഫാരഡ്, അതാണ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്. മനസ്സിലാക്കി വെച്ചോണം. ഇപ്പൊ 10 ഫാരഡ് ഉള്ള ഈ കപ്പാസിറ്ററിന്റെ ഇടയിലേക്ക് ഞാൻ 5 എന്ന് പറയുന്ന ഒരു നമ്പറുള്ള ഒരു ഡൈഇലക്ട്രിക് വെച്ചു. ഈ ഡൈഇലക്ട്രിക്കിന്റെ ഈ നമ്പർ വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയും. ഡൈഇലക്ട്രിക് എന്ന് പറയുന്ന മെറ്റീരിയൽ, ആ മെറ്റീരിയൽ കപ്പാസിറ്ററിനെ കൊണ്ട് വെച്ചു. ആ മെറ്റീരിയലിന്റെ ഒരു കോൺസ്റ്റന്റ് 5 ആണ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണ്. എൻ്റെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് 10 ആണ്. ഒന്നുകൂടെ പറയാവേ, എൻ്റെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് 10 ആണ്, 10 ഫാരഡ്. അതിൻ്റെ ഇടയിലേക്ക് ഞാനൊരു 5ന്റെ ഡൈഇലക്ട്രിക് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പുതിയ കപ്പാസിറ്റൻസ് 5 × 10 50 ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു ഡൈഇലക്ട്രിക് കൊണ്ട് ഇതിൻ്റെ ഇടയിൽ വെച്ചാൽ മതി. അങ്ങനെ സംഭവം. ഓക്കെ, ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ K is equal to കപ്പാസിറ്റൻസ് ഓഫ് ദ മീഡിയം ബൈ കപ്പാസിറ്റൻസ് ഓഫ് എയർ. അത് മാത്രം ഒന്ന് കാണാണ്ട് പഠിച്ച് വെച്ചേക്കുക. സംഭവം ഒന്നുമില്ല, അത് കാണാണ്ട് പഠിച്ച് വെക്കാൻ. ഓക്കെ, അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ചോദ്യം ചോദിക്കും. ഞാൻ ഇത്രയുടെ ഒരു ഡൈഇലക്ട്രിക് കൊണ്ടൊന്ന് വെച്ച് കഴിയുമ്പോൾ കപ്പാസിറ്റൻസ് എങ്ങനെ കൂടും എന്നൊരു ചോദ്യം വേണേൽ വരാം. ഓക്കെ, അടുത്തത് നമ്മൾ കുറച്ച് കപ്പാസിറ്റേഴ്സ് നമ്മൾ അടുത്തടുത്ത് വെക്കാം കണക്ഷനായിട്ട്. സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും കൊടുക്കാൻ പറ്റും കപ്പാസിറ്റേഴ്സിന്. കപ്പാസിറ്ററിന് നമ്മൾ സീരീസ് കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ
ഓക്കെ, സീരീസ് കണക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ്. 1/c ഈസ് ഈക്വൽ ടു 1/c1 പ്ലസ് 1/c2 ആയിരിക്കും. കപ്പാസിറ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 1/c ഈസ് ഈക്വൽ ടു 1/c1 പ്ലസ് 1/c2 ആണ് അതിൻ്റെ ഇക്വേഷൻ വരിക. രണ്ടെണ്ണമാണെങ്കിൽ. മൂന്നെണ്ണമാണെങ്കിൽ 1/c ഈസ് ഈക്വൽ ടു 1/c1 പ്ലസ് 1/c2 പ്ലസ് 1/c3 ആയിരിക്കും. മൂന്നെണ്ണം കണക്ട് ചെയ്യുവാണെങ്കിൽ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് ഇവിടെ എഴുതിയിട്ടില്ല, ഇല്ലാത്തൊരു പോയിന്റ് പറയും. പക്ഷെ ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാൻ കുറച്ച് പാടാണ്. ആണല്ലോ, ഈ 1/c എന്നൊക്കെ പറയുമ്പോൾ പ്രോബ്ലം ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, അത് കാണാതെ പഠിക്കുക. രണ്ട് കപ്പാസിറ്റർ ഉള്ളെങ്കിൽ C ഈസ് ഈക്വൽ ടു C1 C2 ബൈ C1 പ്ലസ് C2 എന്നായിരിക്കും. രണ്ട് കപ്പാസിറ്റർ ഉള്ളെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇത് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ 3 കപ്പാസിറ്റർ ആണ് ഉള്ളതെങ്കിലോ C ഈസ് ഈക്വൽ ടു C1 C2 C3 ബൈ C1 C2 പ്ലസ് C2 C3 പ്ലസ് C1 C3 എന്നായിരിക്കും. C1 C2 C3 ബൈ C1 C2 പ്ലസ് C2 C3 പ്ലസ് C1 C3 എന്നായിരിക്കും. ഇതാണ് 3 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അടുത്തത് പിന്നെ ബേസിക്കലി ഒരു ഇക്വേഷനും കൂടെ പഠിക്കാനായിട്ടുള്ളൂ. ഇക്വേഷൻ കാണാണ്ട് പഠിക്കുക. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചോളണം. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ U ഇസ് ഈക്വൽ ടു Q സ്ക്വയർ ബൈ 2C ആണ്. U ഇസ് ഈക്വൽ ടു Q സ്ക്വയർ ബൈ 2C ആണ്. പിന്നെ അതുപോലെ തന്നെ ശരിക്കും 3 ഇക്വേഷൻസ് നമ്മൾ പഠിക്കാനുണ്ട്. ഇവിടെ എഴുതിയേക്കുന്ന ഈ ഹാഫ് QV, ഓക്കെ, ഏറ്റവും 34ാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട് ഹാഫ് QV, അതും ഒരു ഇക്വേഷനാണ്. അപ്പോൾ എനർജിക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. Q സ്ക്വയർ ബൈ 2C ഉണ്ട്, ഹാഫ് QV ഉണ്ട്, ഹാഫ് CV സ്ക്വയറും ഉണ്ട്. അങ്ങനെ 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കണം. കപ്പാസിറ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു, കപ്പാസിറ്ററിൽ നമ്മൾ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് കപ്പാസിറ്റർ, അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനമാണ് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി അത്ര ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ Q സ്ക്വയർ ബൈ 2C ഇക്വേഷൻ ആയിട്ട് ഉപയോഗിക്കാം, ഹാഫ് QV ഉപയോഗിക്കാം, ഹാഫ് CV സ്ക്വയർ ഉപയോഗിക്കാം. 3 ഇക്വേഷൻ ഉപയോഗിക്കാം. പിന്നെ ഈ 34ാമത്തെ ക്വസ്റ്റ്യൻ ഇടക്കിടക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്ററിന്റെ QV ഗ്രാഫ് വരയ്ക്കാൻ, ചാർജ് പൊട്ടൻഷ്യൽ ഗ്രാഫ് വരയ്ക്കാൻ. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം കപ്പാസിറ്ററിന്റെ കേസിൽ Q പ്രൊപ്പോർഷണൽ ടു V ആണ്. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ QV ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത്രയും മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിന്റെ ഏരിയ എന്തായിരിക്കും? അതിന്റെ ഏരിയ അവിടുത്തെ എനർജി ആയിരിക്കും. ഹാഫ് QV എനർജിയുടെ ഇക്വേഷൻ ആണ്. ഓക്കെ, അത് നമുക്ക് കാണാൻ പഠിക്കാറുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയേക്കുന്നത്. ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഹാഫ് QV കിട്ടും. ഹാഫ് QV എനർജി എന്ന് നമുക്കറിയാം. അങ്ങനെ നമുക്ക് മനസ്സിലായി. ഈ QV ഗ്രാഫിന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ലാസ്റ്റ് ഒരൊറ്റ ഒരെണ്ണോട് പഠിക്കാനുണ്ട്. ഒരൊറ്റ ടോപ്പിക് കൂടി അതിനകത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. അത് കപ്പാസിറ്റർ എവിടെ എനർജി സ്റ്റോർ ചെയ്ത് വെക്കണം? കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരേ ഒരു കാര്യം, എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. അത് ശരിക്കും ഒരു ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ എന്തായാലും പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ആണ് എനർജി ഡെൻസിറ്റി. ഈ ഇക്വേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുപിടിച്ച് വെച്ചോളാം. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൻ്റെ അകത്ത്.